കുറച്ചെല്ലാം ഡിസ്കസ് ചെയ്തു. അപ്പൊ ഇനി നമുക്ക് ഈ ടേംസിന്റെ എനർജി റെപ്രസെന്റ് ചെയ്യുന്ന എനർജി ഓഫ് ദ ടേംസ്. നമ്മൾ ടേം സിമ്പിൾസ് പറഞ്ഞു. ടേം സിമ്പിൾസ് എന്ന് പറയുന്നത് ഒരു ഡി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കറസ്പോണ്ടിങ് ടേം സിമ്പിൾസ് കാണും. അത് ഒരു ലിഗാൻഡ് ഫീൽഡ് അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ആ ടേംസിന്റെ എനർജീസ് ചേഞ്ച് ആവുന്നതെന്നും എങ്ങനെയൊക്കെയാണ് നമുക്ക് സ്പെക്ട്ര പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നൊക്കെ പറയാൻ പറ്റുന്നത് ഓർഗൻ ഡയഗ്രത്തിന്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പൊ ഓർഗൻ ഡയഗ്രത്തിന്റെ ഒരു ഡ്രോബാക്ക് പറഞ്ഞു, ഹൈ ഫീൽഡ് കോംപ്ലക്സിന് അത് ആപ്ലിക്കബിൾ അല്ല എന്നുള്ളത്. അപ്പൊ എനർജി, ഇനി നമുക്ക് ആ ടേംസിന്റെ എനർജി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. എനർജി ഓഫ് ദി ടേംസ് യൂഷ്വലി റെപ്രസെന്റഡ് ബൈ റാക്ക് പാരാമീറ്റർ. അതിന് നമ്മൾ റാക്ക് പാരാമീറ്റർ എന്നാണ് പറയുന്നത്. അപ്പൊ ഫോർ എക്സാമ്പിൾ D2 കോൺഫിഗറേഷന്റെ എനർജി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് നമുക്കറിയാം. അതിന് എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ടേം സിമ്പിൾസ് എന്ന് പറയുന്നത് S1 ഉണ്ട്. നമ്മൾ നേരത്തെ മറ്റേ നമ്മളെ ബോക്സ് ഒക്കെ വരച്ചിട്ട് ഡെറൈവ് ചെയ്തതിൽ കാണിച്ചതാണ്. S1 ഉണ്ട്, G1 ഉണ്ട്, P3 ഉണ്ട്, D1 ഉണ്ട്, അതുപോലെ F3 ഉണ്ട്. അപ്പൊ 5 ടേംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഓരോ ടേംസിനും ഓരോ എനർജിയാണ്. ഏറ്റവും ലോവസ്റ്റ് എനർജി വരുന്ന ടേം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, F3 ആണ്. ഓക്കെ, അപ്പൊ ഈ ടേംസിന്റെ എനർജീസ് എല്ലാം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, ഇതൊന്നും ബൈ ഹാർട്ട് ചെയ്താലേ പറ്റുള്ളൂ. എനർജി ഓഫ് S1 എന്ന് പറയുന്നത് ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ഈ 3 ലെറ്റേഴ്സ് വെച്ചിട്ട് A B C എന്നുള്ള 3 ലെറ്റേഴ്സിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. A പ്ലസ് 14B പ്ലസ് 7C. അതുപോലെ എനർജി ഓഫ് G1 നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് A പ്ലസ് 4B പ്ലസ് 2C. അതുപോലെ എനർജി ഓഫ് P3 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് A പ്ലസ് 7B. അതേപോലെ എനർജി ഓഫ് D1 റെപ്രസെന്റ് ചെയ്യുന്നത് A മൈനസ് 3D പ്ലസ് 2C. അതുപോലെ എനർജി ഓഫ് F3 നമുക്ക് റെപ്രസെന്റ് ചെയ്യാം എനർജി ഓഫ് F3 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് A മൈനസ് 8B. അപ്പൊ ഈ എല്ലാ ടേംസിന്റെ എനർജീസ് എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത് A B C എന്നുള്ള 3 ലെറ്റേഴ്സ് വെച്ചിട്ടാണ്. ചിലതിൽ 2 ലെറ്റേഴ്സ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇതിൽ 3 ലെറ്റേഴ്സ് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ലെറ്റേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പൊ എനർജി ഓഫ് ദ ടേംസ് ക്യാൻ ബി റെപ്രസെന്റഡ് ആസ് A B C. ഇവിടെ B എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ റിപ്പൾസീവ് എനർജി ബിറ്റ്വീൻ two terms of same multiplicity. B എന്ന് പറയുന്നത് repulsive energy between two terms of same multiplicity. C എന്ന് പറയുന്നത് repulsive energy between two terms of different multiplicity.
നമ്മൾ ടേംസ് ഡെറൈവ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞാണ് സെയിം മൾട്ടിപ്ലിസിറ്റി ഉള്ള ടേംസും ഉണ്ട്, ഡിഫറെന്റ് മൾട്ടിപ്ലിസിറ്റി ഉള്ള ടേംസും ഉണ്ടെന്ന്. അപ്പം എ എന്ന് പറയുന്നത് ഇവിടെ ഒരു ആർബിട്രറി കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ബി എന്ന് പറയുന്നത് ടു ടേംസ് ഓഫ് സെയിം മൾട്ടിപ്ലിസിറ്റി തമ്മിലുള്ള റിപ്പൾസീവ് എനർജിയാണ്. സി എന്ന് പറയുന്നത് ഡിഫറെന്റ് മൾട്ടിപ്ലിസിറ്റി തമ്മിലുള്ള റിപ്പൾസീവ് എനർജി റെപ്രസെന്റ് ചെയ്യുന്ന ടേം ആണ്. ഓക്കെ, റാറ്റ് പാരാമീറ്റർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് different terms of a configuration have different energies on account of the repulsion between electrons. അപ്പം നമുക്കറിയാം ഒരു ടേംസിൽ ഡിഫറെന്റ് എനർജി ടേംസ് ഉണ്ട്. ആ ഡിഫറെന്റ് ടേംസിന് ഡിഫറെന്റ് എനർജീസ് ആണ് ബേസ്ഡ് ഓൺ ദ ഇലക്ട്രോൺ റിപ്പൾഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ്. അപ്പൊ റിപ്പൾഷൻ ബിറ്റ്വീൻ ഇലക്ട്രോൺസ് ഇലക്ട്രോൺസിന്റെ എഫക്റ്റ് ആയിട്ടാണ് ഓരോ ടേംസിനും ഓരോ എനർജീസ് വരുന്നത്. അപ്പൊ ലോവസ്റ്റ് സ്റ്റേറ്റ് ആണ് നമ്മൾ എപ്പോഴും ഡിറൈവ് ചെയ്യാറുള്ളത്. അതിൽ തന്നെ ഒരുപാട് ടേംസ് ഉണ്ട്. അതിൽ ഓരോ ടേമിനും ഓരോ എനർജി നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ഇലക്ട്രോൺസ് വെച്ചിട്ടാണ്. If we wanted to calculate the energy of these terms, we would have to calculate the electron-electron repulsion as a complicated integral over the orbitals occupied by the electrons. അപ്പൊ നമുക്ക് ഈ എനർജി ഓഫ് ദ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഓവറോൾ ഇന്റഗ്രൽ എക്സ്പ്രഷൻ ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക ഇലക്ട്രോൺ റിപ്പൾഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു കോൺഫിഗറേഷൻ, ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷന്റെ എനർജി നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് 3 സ്പെസിഫിക് കോമ്പിനേഷനിലാണ്. And the repulsion of the energy of any terms of a configuration can be expressed as 3 quantities. അപ്പൊ 3 ക്വാണ്ടിറ്റീസ് വെച്ചിട്ടാണ് നമ്മൾ എന്താണ് എനർജി നമ്മൾ പറയുന്നത്. അപ്പൊ all integrals of a given configuration can be collected together in 3 specific combinations. And the repulsion energy of any terms of a configuration can be expressed by the summation of 3 quantities. അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 2 quantities വെച്ചിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ഈ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റാക്ക് പാരാമീറ്റർ. അതായത് സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി ടേംസിന്റെ എനർജി, പിന്നെ ഡിഫറൻസ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി, പിന്നെ ഒരു കോൺസ്റ്റന്റും കൂടെ വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുള്ളത്. എ, ബി ആൻഡ് സി. The Rack parameter summarizes the electron-electron repulsion on the energy of the terms that arises from the single configuration. ഒരു പർട്ടിക്കുലർ കോൺഫിഗറേഷൻ, ഇപ്പോൾ ഒരു D2 കോൺഫിഗറേഷൻ എടുക്കുകയാണെങ്കിൽ അതിന് തന്നെ ഡിഫറെന്റ് ടേംസ് ഉണ്ട്. അതിന്റെ എനർജീസ് എങ്ങനെയാണ് നമ്മൾ എനർജി വൈസ് ആണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ആ എനർജി അപ്പോൾ ഹൈ സ്പിൻ മൾട്ടിപ്ലിസിറ്റിക്ക് ലോവർ എനർജിയാണ്, ലോവർ സ്പിൻ മൾട്ടിപ്ലിസിറ്റിക്ക് ഹയർ എനർജി ആണെന്നുള്ളത് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അത് പറയുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് റാക്ക് പാരാമീറ്റർ ആണ്. അപ്പൊ അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 3 ടേംസും വെച്ചിട്ടാണ്. അപ്പൊ ഇതില് ദ വാല്യൂ ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഇവിടെ നമ്മൾ ബിയുടെ വാല്യൂ നോക്കുകയാണെങ്കിൽ, ഇപ്പം ബിയുടെ വാല്യൂ ഹൈ ആണ് നമുക്ക് കിട്ടിയത്, ഗ്രേറ്റർ ആണെങ്കിൽ there will be greater electron repulsion and it will be high value ആണെങ്കിൽ electron repulsion എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. then it becomes unstable. Okay. As the Rack parameter represents the repulsion, all these are positive. അപ്പൊ എല്ലാ റിപ്പൾഷൻ ടേംസ് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, എ, ബി ആണെങ്കിലും സി ആണെങ്കിലും. അപ്പൊ ഇത് ഓവറോൾ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. The parameter B is sufficient to evaluate the difference in energy between states of same spin multiplicity. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇപ്പം D2 കോൺഫിഗറേഷനിൽ തന്നെ ഒരേ സ്പിൻ മൾട്ടിപ്ലിസിറ്റിയിലുള്ള ഡിഫറെന്റ് ടേംസ് ഉണ്ട്. അതിൽ ഏത് ടേമിനാണ് ലോവർ എനർജി എന്നുള്ളതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വിത്ത് ഹെൽപ്പ് ഓഫ് ദ വാല്യൂ ഓഫ് ബി. അപ്പോൾ ഡിഫറെന്റ് സ്പിൻ മൾട്ടിപ്ലിസിറ്റി അല്ലെങ്കിൽ സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റിയിൽ എത്രയാണ് അവരുടെ എനർജി ഡിഫറൻസ് എന്നുള്ളതൊക്കെ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുന്നത് റാക്ക് പാരാമീറ്റർ ആണ്. The difference in energy between the free ion in the ground state and the excited term p term of the same spin multiplicity is 15B.
ഇപ്പൊ നമ്മുടെ D2 കോൺഫിഗറേഷൻ തന്നെ എഫും പിയും സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റിയിലുള്ളതാണ്. അപ്പൊ ആ എഫ് ടേമിന്റെയും പി ടേമിന്റെയും സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റിയിലുള്ളതാണ്. അപ്പൊ അവരുടെ തമ്മിലുള്ള എനർജി ഡിഫറൻസ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 15B. മറ്റേ എക്സ്പെരിമെന്റലിൽ കൂടെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സ്പെക്ട്രോക്ക് വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പൊ റാക്ക് പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു ടേം സിമ്പിൾസിന്റെ നമ്മൾ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ നിന്ന് ഡിഫറെന്റ് ടേം സിമ്പിൾസ് ഡിറൈവ് ചെയ്യും. ആ ടേം സിമ്പിൾസ് എന്ന് പറയുന്ന പല എനർജി സ്റ്റേറ്റിലുള്ളതാണ്. ആ എനർജി എങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന റാക്ക് പാരാമീറ്ററിൽ കൂടെയാണ്. അത് 3 ടേംസ് ആണ്. ABC എന്നുള്ള 3 ടേംസ് വെച്ചിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. Okay. Now, for example, the transition metal ion, the B values are about transition metal ion complex B value എന്ന് പറയുന്നത് 1000 സെന്റിമീറ്ററിന് അബൌട്ട് ആയിരിക്കും. അപ്പൊ C എന്ന് പറയുന്നത് C വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന 4 ടൈംസ് ബിയുടെ വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ടൈറ്റാനിയം കോംപ്ലക്സ് ടൈറ്റാനിയം 2+ എടുക്കുകയാണെങ്കിൽ B വാല്യൂ 718 ആണെങ്കിൽ അതിന്റെ 4 ടൈംസ് വാല്യൂ ആയിരിക്കും സിയുടേത് 2629. അതുപോലെ V3 വനേഡിയം 3+ നമ്മൾ എടുക്കുകയാണെങ്കിൽ 861 ആണ് വാല്യൂ എങ്കിൽ അതിന്റെ 4165 ആയിരിക്കും നമ്മുടെ സി വാല്യൂ എന്ന് പറയുന്നത്. ഇത്രയാണ് നമുക്ക് റാക്ക് പാരാമീറ്റർ. അപ്പൊ റാക്ക് പാരാമീറ്റർ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ് റാക്ക് പാരാമീറ്റർ എന്ന് ചോദിക്കാറുണ്ട്. അത് എക്സാമ്പിൾസ് ഒക്കെ വെച്ചൊന്ന് ഡിഫൈൻ ചെയ്യാം. അടുത്ത് നമുക്ക് ഓർഗൽ ഡയഗ്രം നമ്മൾ പറഞ്ഞു. ഓർഗൽ ഡയഗ്രത്തിന് നമ്മൾ ലോവർ ഫീൽഡിൽ മാത്രമാണ് ഓർഗൽ ഡയഗ്രം ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞത്. അപ്പൊ അതിന് കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ് തനാബെ സുഗാനോ ഡയഗ്രം. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്യുന്ന മറ്റത് ഈ എഗനിസ്റ്റ് ഡെൽറ്റ ആണ് നമ്മൾ പ്ലോട്ട് ചെയ്തതെങ്കിൽ ഇതില് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത് E/B എഗനിസ്റ്റ് Δ/B. B എന്ന് പറയുന്നിടത്ത് റാക്ക് പാരാമീറ്റർ ടേംസിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കോംപ്ലക്സും മെറ്റലാണ് ഫ്രീ മെറ്റലാണ് നോക്കുകയാണെങ്കിൽ B വാല്യൂ എന്ന് പറയുന്നത് കോംപ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് സ്മോളർ ദാൻ ഫ്രീ മയോൺ. അപ്പൊ കോംപ്ലക്സിന്റെ B വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് ലെസ്സർ ദാൻ ദ ഫ്രീ അയോൺ. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വെറും മെറ്റൽ അയോൺ ഇരിക്കുന്നതിനെക്കാട്ടിയും കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ ഇലക്ട്രോൺ ക്ലൗഡ് എക്സ്പാൻഷൻ ഒക്കെ നടക്കും. അപ്പൊ ഇലക്ട്രോൺസിന് കുറച്ചുകൂടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്പേസ് കിട്ടും. അപ്പൊ റിപ്പൾഷൻ എന്ന് പറയുന്നത് കുറയും. അങ്ങനെ B വാല്യൂ കുറയും. അപ്പൊ ഇതിനെ നമ്മളൊരു പേര് വിളിക്കാറുണ്ട് നെഫ്ലോസെറ്റിക് എഫക്ട്. ഇമ്പോർട്ടന്റ് ആണ് നെഫ്ലോസെറ്റിക് എഫക്ട്. അല്ലെങ്കിൽ ക്ലൗഡ് എക്സ്പാൻഷൻ എഫക്ട്, ഇലക്ട്രോൺ ക്ലൗഡ് എക്സ്പാൻഷൻ എഫക്ട് എന്നും പറയാറുണ്ട്. ക്ലൗഡ് എക്സ്പാൻഷൻ എഫക്ട്, നെഫ്ലോസെറ്റിക് എഫക്ട് അല്ലെങ്കിൽ ക്ലൗഡ് എക്സ്പാൻഷൻ എഫക്ട്. അപ്പം B വാല്യൂ എന്ന് പറയുന്നത് സെയിം സ്പിൻ മൾട്ടിപ്ലിസിറ്റി തമ്മിലുള്ള റിപ്പൾഷൻ ടേംസ് ആണ്. അത് ഫ്രീ മെറ്റൽ ആയതുകൊണ്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കോംപ്ലക്സിന് അത് കുറയുന്നുണ്ട്. ആ കുറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോൺ ക്ലൗഡ് എക്സ്പാൻഷൻ ആണ്. അതിന് നമ്മൾ പറയുന്നതാണ് നെഫ്ലോസെറ്റിക് എഫക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ B ഡാഷ് ആണ് കോംപ്ലക്സിന്റെ റാക്ക് പാരാമീറ്ററും B പ്യുവർ മെറ്റൽ അയണിന്റേതും ആണെങ്കിൽ B dash is always less than B. അതായത് കോംപ്ലക്സ് ഫോം ചെയ്യുമ്പോൾ ഉള്ള വാല്യൂ എന്ന് പറയുന്നത് ഫ്രീ മെറ്റൽ അയണിനെ കാട്ടിയും കുറവായിരിക്കും. ദാറ്റ് ഈസ് ആ വാല്യൂ നമ്മൾ റേഷ്യോ എടുക്കുകയാണെങ്കിൽ B dash by B നമ്മൾ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുന്നത് ബീറ്റ എന്നാണ്. ഇതിനെ നമ്മൾ പറയുന്നത് നെഫ്ലോസെറ്റിക് റേഷ്യോ.
ഇതൊക്കെ നമ്മുടെ നോട്ടിലെ ഫോട്ടോ എടുത്തതിലുണ്ട്, അതൊന്ന് വായിച്ചോളാം. നെഫ്ലാസെറ്റിക് റേഷ്യോ ആണ്. ഇറ്റ് ഈസ് ഓൾവേസ് വേരീസ് ബിറ്റ്വീൻ 0.6 to 0.9 ആണ് ഇതിന്റെ വാല്യൂസ് വരുന്നത്. ലെസ് ദാൻ 1 ആണ്. അപ്പൊ ഇറ്റ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ഡീലോക്കലൈസേഷൻ. നമുക്കറിയാം എത്രത്തോളം ക്ലൗഡ് എക്സ്പാൻഷൻ വരുമ്പോഴത്തേക്ക് ഇലക്ട്രോൺസിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്പേസ് വരും. അപ്പോൾ ഡീലോക്കലൈസേഷൻ കാരണം വാല്യൂസ് കുറയും. അപ്പം ബി വാല്യൂ എന്ന് പറയുന്നത് ബീറ്റ വാല്യൂ എന്ന് പറയുന്നത് ഇതിന്റെ ഓർഡർ iodine is greater than bromine, is greater than cyanide, is greater than Cl minus, is greater than OH minus, is greater than NH3, is greater than H2O, is greater than fluoride. അയോണിന്റെ സൈസ് നോക്കുമ്പോൾ അറിയാം ചെറുതിന് റിപ്പൾഷൻ കൂടുതലായിരിക്കും. ബീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണോ അയോൺസിന്റെ ബിഗർ ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ കൂടി കിട്ടുക. അപ്പം നമുക്ക് ബീറ്റയുടെ വാല്യൂ റിപ്പൾഷൻ കുറയ്ക്കാൻ പറ്റും. അതുപോലെ മെറ്റൽ അയോൺസിനും ഇതുപോലെ നമുക്ക് നെഫ്ലാസെറ്റിക് റേഷ്യോ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. മെറ്റൽ അയോൺസ് ആണെങ്കിൽ ബീറ്റ വാല്യൂ വരുന്നത് പ്ലാറ്റിനം 4+ is greater than palladium 4+. ഈ റേഷ്യോ ഈ ഓർഡർ പഠിക്കണം. 4+ is greater than rhodium 3+, is greater than cobalt 3+, is greater than vanadium 3+, is greater than chromium 3+, is greater than Fe 3+, is greater than Fe 2+, is greater than cobalt 2+, is greater than nickel 2+, is greater than manganese 2+. എല്ലാം പഠിച്ചില്ലെങ്കിലും കുറെയെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇവിടെ ഇത് ലിഗാൻസിന്റെയും മെറ്റൽ അയോൺസിന്റെയും നെഫ്ലാസെറ്റിക് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പം റാക്ക് പാരാമീറ്റർ ഇമ്പോർട്ടന്റ് ആണ്, നെഫ്ലോസെറ്റിക് എഫക്റ്റും അതിന്റെ റേഷ്യോയും ഇമ്പോർട്ടന്റ് ആണ്. ഈ ഓർഡർ ഓഫ് ലിഗാൻസും മെറ്റൽ അയോൺസിന്റെ ഓർഡറും പഠിച്ചിരിക്കുക. നെക്സ്റ്റ് കംസ് സനാബെ സുഗാനോ ഡയഗ്രം എന്താണെന്നുള്ളതൊന്നും നമ്മൾ മെൻഷൻ ചെയ്തായിരുന്നു. പിന്നെ അതിൽ ആ ഡയഗ്രത്തിന് വരുന്ന എന്തൊക്കെയാണ് അതിന്റെ ഇന്റർപ്രിട്ടേഷൻ, എങ്ങനെയൊക്കെയാണ് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. സനാബെ സുഗാനോ ഡയഗ്രം. Quantitative aspects of transition from the strong field ligands is necessary for the interpretation of electronic spectra. അപ്പം നമുക്കിപ്പോൾ വീക്ക് ഫീൽഡ് ലിഗാൻസ് മാത്രമല്ല സ്ട്രോങ് ഫീൽഡ് ലിഗാൻസും ഉണ്ട്. അപ്പൊ അവരുടെ ഇലക്ട്രോണിക് സ്പെക്ട്ര എന്തുകൊണ്ട് ഹാപ്പൻ ചെയ്യുന്നു എന്നുള്ളതിലെ ഇന്റർപ്രിട്ടേഷൻ നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അതിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ് സനാബെ സുഗാനോ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ എനർജി ലെവൽസ് ഓഫ് DN സിസ്റ്റം ഇൻ ദ സ്പെക്ട്ര, DN system in the presence of both inter-electronic repulsion and crystal field of medium strength can be calculated easily. അപ്പോൾ ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷനും എങ്ങനെയൊക്കെയാണ് ഇലക്ട്രോൺ ക്ലൗഡ് എക്സ്പാൻഷനും നടക്കുന്നതെന്നുള്ളത്, അപ്പൊ മീഡിയം ഫീൽഡ് സ്ട്രെങ്ത് ഒക്കെ നമുക്ക് സനാബെ സുഗാനോ ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. But this can be carried out for a certain relationship between parameters of inter-electronic repulsion. Parameter വെച്ചിട്ടാണ് നമ്മളിത് പറയുന്നത്. The result of such calculation are denoted from the graph. അപ്പം അത് വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുന്ന ഗ്രാഫ് ആണ് സനാബെ സുഗാനോ ഡയഗ്രം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എഗനിസ്റ്റ് എന്താണെന്നുള്ളത് പറഞ്ഞു. E by എഗനിസ്റ്റ് ഡെൽറ്റ ബൈ ബി ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. These diagrams are elaborated versions of a simple correlation diagram ആണ്. They provide an alternative way of describing variation of term energy with the field strength. അപ്പൊ ഈ ഡയഗ്രാം ഓർഗൽ ഡയഗ്രാം പോലെ തന്നെ എനർജി ടേംസ് അഗൈൻസ്റ്റ് ഫീൽഡ് സ്ട്രെങ്ത് ആണ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ റാക്ക് പാരാമീറ്റർ ടേംസും കൂടി നമ്മൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ഇത് പ്രൊപ്പോസ് ചെയ്തത് സനാബെ ആൻഡ് സുഗാനോ ആണ്. പ്ലോട്ട് എന്ന് പറയുന്നത് E by B അഗൈൻസ്റ്റ് ഡെൽറ്റ ബൈ ബി ആണ്. അപ്പൊ ഇവിടെ E എന്ന് പറയുന്ന എനർജിയുടെ ടേമിന്റെ എനർജിയാണ്, ബി എന്ന് പറയുന്ന റാക്ക് പാരാമീറ്റർ ആണ്, ആൻഡ് ഡെൽറ്റ സെൽ എന്ന് പറയുന്നത് ലിഗാൻഡ് ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയാണ്. The energy of the lowest term is called as zero. നമ്മളിവിടെ നമ്മൾ D2 കോൺഫിഗറേഷൻ കണ്ട് ഒരുപാട് ടേംസ് അതിൽ നിന്ന് വരുന്നുണ്ട്. അതിൽ നമ്മൾ പ്ലോട്ട് ലോവസ്റ്റ് എനർജി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ലോവസ്റ്റ് ടേം ആണ്.
സീറോ ആയിട്ട് നമ്മൾ എടുക്കാറില്ല. ലോവസ്റ്റ് ടേമിനെ നമ്മൾ zero considered as a zero for drawing this diagram. Energy of other terms are plotted relative to this. This diagram is discontinuous when there is a change in the ground term, that is when the ligand field becomes strong enough to produce electron pairing. നമുക്ക് ഡയഗ്രാം വരയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടി മനസ്സിലാവും. The energy of the lowest term is taken as a zero in this diagram. Energy of other terms are plotted related to this. But diagram എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂ ആവും when there is a change in the ground term, that is the ground term എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യാം. എപ്പോഴാണ് നമ്മുടെ ഫീൽഡ് സ്ട്രെങ്ത് കൂടുന്നതനുസരിച്ച് ഇലക്ട്രോൺ പെയറിംഗ് ഹയർ സ്പിൻ മൾട്ടിപ്ലിസിറ്റി സ്റ്റേറ്റ് ലോവർ സ്പിൻ മൾട്ടിപ്ലിസിറ്റി സ്റ്റേറ്റിലോട്ടൊക്കെ മാറുകയാണെങ്കിൽ ഇലക്ട്രോൺ പെയറിംഗ് നടക്കും. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രാം എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് മാറും. അതുപോലെ ഓർഗൻ ഡയഗ്രാം പോലെ സ്ട്രൈറ്റ് ലൈൻസ് ആയിരിക്കില്ല. ചില ലൈൻസ് എന്ന് പറയുന്നത് they become നോൺ ലീനിയർ. Because of the mixing of terms of a same symmetry type. അപ്പോൾ ഒരേ സിമെട്രി ടൈപ്പിലുള്ളത് മിക്സിംഗ് ഒക്കെ വരും. അപ്പോൾ അതുകൊണ്ട് നോൺ ലീനിയർ ആയിരിക്കും എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഈ ടെനാബെ സുഗാനോ ഡയഗ്രത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തൊക്കെ തമ്മിലാണ് പ്ലോട്ട് ചെയ്യുന്നത്, എന്താണ് സീറോ ലൈനായിട്ട് എടുക്കുന്നത്, ലൈൻസ് സ്ട്രെയിറ്റ് ലൈൻ ആണോ എന്നുള്ളത്, അതേപോലെ നോൺ ക്രോസിംഗ് റൂൾ. നമ്മള് ഓർഗൻ ഡയഗ്രത്തില് മിക്കവാറും ലൈൻസ് ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാറില്ല. അപ്പൊ ഇവിടെ ഒരു നോൺ ക്രോസിംഗ് റൂൾ പറയുന്നുണ്ട്. അപ്പൊ ദീസ് ഡയഗ്രംസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഇൻക്രീസിംഗ് ദ ligand field causes two weak field terms of same symmetry to approach and they do not cross but bend apart from each other. അപ്പോൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാറില്ല, എന്താണ് ബെൻഡ് ചെയ്ത് അങ്ങനെ മാറി നിൽക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് ഇപ്പൊ ഈ ലൈൻ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നില്ല, അത് ബെൻഡ് ചെയ്ത് മാറി നിൽക്കും. അതുപോലെ ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാറില്ല, ബെൻഡ് ചെയ്ത് നിൽക്കും. ഇവിടെ ഒരു ക്രോസിംഗ് നടക്കുന്നുണ്ട്. എല്ലാ ലൈൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന പറയുന്നില്ല. എന്താണ് ടു വീക്ക് ഫീൽഡ് ടേംസ് ഓഫ് സെയിം സിമെട്രി അപ്രോച്ച് ടു ഈച്ച് അതർ ആൻഡ് ദേ സെയിം സിമെട്രിയിലുള്ളത് അപ്രോച്ച് ചെയ്യും. ദേ ഡു നോട്ട് ക്രോസ് ഈച്ച് അതർ ബട്ട് ദേ ബെൻഡ് അപ്പാർട്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ നോൺ ക്രോസിംഗ് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഡയഗ്രാം വരയ്ക്കുന്നതിന് കുറെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. നോൺ ക്രോസിംഗ് റൂൾ. Okay. This diagram is more useful than organ diagram because it includes both a strong field and weak field. Give more qualitative information about absorption spectra. അതുപോലെ delta value of the complex can be evaluated from the spectral data. Data നമുക്ക് സ്പെക്ട്രം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഡെൽറ്റ വാല്യൂ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രം ദ ഡയഗ്രാം ഓഫ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ പാരാമീറ്റർ ബി ക്യാൻ ബി ഒബ്റ്റെയിൻ. അപ്പൊ നമുക്കൊരു സ്പെക്ട്ര യൂഎസ്ബി സ്പെക്ട്ര കിട്ടുകയാണെങ്കിൽ നമുക്ക് ബി വാല്യൂയും ഡെൽറ്റ വാല്യൂ ഒക്കെ നമുക്ക് സനാബെ സുഗാനോ ഡയഗ്രത്തിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് വേവിലൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് സനാബെ സുഗാനോ ഡയഗ്രാം പറയുമ്പോൾ ഇമ്പോർട്ടന്റ് പാർട്സ് എന്ന് പറയുന്നത് എന്തൊക്കെ തമ്മിലാണ് ഗ്രാഫുകൾ പ്ലോട്ട് ചെയ്യുക എന്നുള്ളത്, പിന്നെ നോൺ ക്രോസിംഗ് റൂൾ പറയുക, പിന്നെ സീറോ ലൈൻ എന്തായിട്ടാണ് യൂസ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈൻ ആണോ ഇല്ല എന്നുള്ളത് പറയുക, എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഓർഗൻ ഡയഗ്രാം ആയിട്ടുള്ളത്, സ്ട്രോങ് ഫീൽഡും വീക്ക് ഫീൽഡും നമുക്ക് ഇതിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, പിന്നെ ക്വാളിറ്റേറ്റീവ് ഇൻഫർമേഷൻസ് പറയാൻ പറ്റും, പിന്നെ ബി വാല്യൂ ഡെൽറ്റ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് സ്പെക്ട്രം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ ഒരു കോൺഫിഗറേഷൻ യൂഷ്വലി സുഗാനോ ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കാറില്ല, പക്ഷെ കഴിഞ്ഞ നമ്പറിലാണ് അത് വരയ്ക്കാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കത് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല. അപ്പൊ D2 കോൺഫിഗറേഷൻ നമ്മൾ വരച്ചു നോക്കാം. അപ്പൊ D2 കോൺഫിഗറേഷൻ നമുക്കറിയാം F3 ഉണ്ട്. F3 is split up into T31, T23, അതേപോലെ T2 3, അതുപോലെ അടുത്ത് P3 ആണ് വരുന്നത്. 3 T1
അടുത്ത് D1 സ്റ്റേറ്റ് ആണ്. D1 രണ്ട് സ്പ്ലിറ്റ് ചെയ്യും. E1ഉം E2 1ഉം അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് G1 ആണ്. ദാറ്റ് സ്പ്ലിറ്റ് അപ്പ് ഇൻറ്റു 1 2 3 4 1A1 1T1 T2 1T1 1E1. അതേപോലെ S1 സ്റ്റേറ്റ് ഉണ്ട്. അപ്പൊ ഇത് ഈ റെപ്രസെന്റ് ഈ സൈഡിലെ ലെഫ്റ്റ് മോസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഫ്രീ അയോണിൻ്റെതാണ്. ഇത് വീക്ക് ഫീൽഡിന്റെ ആണ് ഈ വരച്ചത്. ഇനി സ്ട്രോങ് ഫീൽഡ് വരുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ളത്, ലോവസ്റ്റ് എനർജി എന്ന് പറയുന്നത് 3T1, അടുത്ത് 1T2, അടുത്ത് 1E1, ഇതിന്റെ ഓർഡർ മാറിക്കഴിഞ്ഞു. അടുത്ത് 3T2, 3T1, 1T2, 1T1. അടുത്ത് വരുന്നത് 3A2, 1E1, 1A1. അപ്പൊ ഇതില് ഒരേ സിമെട്രീസ് തമ്മിൽ ജോയിൻ ചെയ്യിക്കുക. ഇവിടെ എങ്ങനെയായിരുന്നു, അതായത് 3T1ഉം 3T1ഉം തമ്മിൽ ജോയിൻ ചെയ്യിച്ചു. 3T2ഉം 3T2. അടുത്ത 3A2ഉം 3A2ഉം തമ്മിൽ ജോയിൻ ചെയ്യിക്കുക. അടുത്ത 3T1 3T1. അടുത്ത 1T2 1T2, 1E1ഉം 1E1ഉം തമ്മിൽ ജോയിൻ ചെയ്യിക്കുക. വരച്ചാലും മതി. അടുത്ത 1A1, 1A1. അടുത്ത 1T2, 1T2. അടുത്ത 1T1, 1T1. അടുത്ത 1E1, 1E1. അടുത്ത A1, A1. അപ്പോൾ ഇത് ആ ബുക്കിൽ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്ട്രോങ് ഫീൽഡിന്റെ സൈഡാണ് ഇങ്ങോട്ട്. ഇവിടെ ഓർഗൽ ഡയഗ്രാം വരയ്ക്കുന്നതാണ് നമ്മളിത്. ഓർഗൽ ഡയഗ്രാം ഇതാണ് ഫെനാബെ സുഗാനോ ഡയഗ്രാം. അപ്പോ ഇങ്ങനെയൊക്കെ ഏതൊക്കെ ടേംസ് ആണ് പെയറിംഗ് നടക്കുന്നത്. അപ്പൊ ഹൈ ഫീൽഡ് വരുമ്പോൾ പെയറിംഗ് നടക്കുമ്പോഴത്തേക്ക് എനർജീസിനുള്ള ഡിഫറൻസ് വരും. അപ്പം ടേംസ് ഹയർ ഇരിക്കുന്നത് ലോവറിലോട്ട് വരും. അങ്ങനെയുള്ള കേസസ് ആണ് ഇവിടെ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അതൊന്ന് വൃത്തിയായിട്ട് വരച്ച് പഠിക്കുക. ചിലപ്പോൾ അത് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്തൊക്കെയാണ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞിട്ട് ഈ കോൺഫിഗറേഷൻ ഇങ്ങനെയാണ് വരുന്നത്, ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് ഫെനാബെ സുഗാനോ ഡയഗ്രാം എന്നുള്ളത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം.